ഒന്നാമത്തെ കാര്യം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ റീസൺസ് ആണ് വാട്സപ്പിന്റെ ബിസിനസ് അക്കൗണ്ട് ബാൻ ചെയ്യപ്പെടാൻ ഉള്ള പ്രധാനപ്പെട്ട കോമൺ റീസൺസ് ആണ്. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വയലേറ്റിംഗ് വാട്സപ്പ് കൊമേഴ്സ് പോളിസി എന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വാട്സപ്പിന്റെ കൊമേഴ്സ് പോളിസി വയലേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് വാട്സപ്പിന്റെ അക്കൗണ്ടുകൾ ബാൻ ആവും. ഇതെങ്ങനെയാണ്? രണ്ട് തരത്തിൽ പ്രധാനമായിട്ട്. പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വിൽക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടന്റ് നിങ്ങളുടെ മെസ്സേജിനകത്ത് ഉണ്ടാവാം. മെസ്സേജ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആവാം, കോൾ ആവാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഫോട്ടോയോ വീഡിയോയോ ഷെയർ ചെയ്യുന്നതാവാം, എന്തുമാവാം. വാട്സപ്പിനകത്ത് നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റൊരു വാട്സപ്പിനകത്തേക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനാണ്. അതിലൊരു പക്ഷെ നമ്മൾ ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ, അതുപോലെ അഡൽട്ട് കണ്ടന്റ്. ഈ അഡൽട്ട് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു നോർമലി നമ്മൾ കാണുന്ന ഒരു അഡൽട്ട് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യം മാത്രമല്ല, കുറച്ച് വയലേറ്റഡ് ആയിട്ടുള്ള, അതായത് പലപ്പോഴും നമ്മൾ ചില അക്രമം ഒക്കെ നടന്നിട്ട്, ചില സ്ഥലത്തു നിന്ന് വലിയ അക്രമമൊക്കെ നടന്ന വളരെ ദയനീയമായ രംഗങ്ങൾ നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നതും ഒരു അഡൽട്ട് കണ്ടന്റ്. അല്ല, നമ്മൾ ഈ അഡൽറ്റുമായി ബന്ധപ്പെട്ട അഡൽറ്റിനും വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളതിലേക്ക് അവതരിപ്പിക്കുന്ന ചില കണ്ടന്റുകൾ, അത് ഡിസൈൻ ചെയ്തിട്ടുള്ള പാറ്റേൺ ഒരു പക്ഷേ ഇത് അഡൽറ്റ് കണ്ടന്റ് എന്നുള്ള കൺസിഡറേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സ് അല്ല, ഇതിന്റെ പിന്നിലുള്ളത് റോബോട്ടുകളാണ്. അപ്പൊ റോബോട്ടുകളെ കൃത്യമായി ചില കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. റോബോട്ടുകൾ മനുഷ്യരല്ലാത്തതുകൊണ്ട് തന്നെ ഹ്യൂമൺ ആയിട്ടുള്ള ഒരു വിവേചന ശക്തി ഉപയോഗിക്കാൻ പലപ്പോഴും കഴിയാത്ത പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടു. അപ്പൊ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ, നമ്മൾ അയക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്, അതിനകത്തുള്ള ഒരു വരി അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു ഇമേജ് പോലും ഒരു പക്ഷേ വാട്സപ്പിന്റെ കൊമേഴ്ഷ്യൽ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആവാം. അത് നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിനെ ബാൻ ചെയ്യാൻ കാരണമാണ്. അപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താണോ കണ്ടന്റ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഗാംബ്ലിംഗ് പോലെയുള്ള അല്ലെങ്കിൽ കൗണ്ടർഫെയ്റ്റ് ഗുഡ്സ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, ഇതൊക്കെ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ അത്തരം നമ്മളുടെ മെസ്സേജിനകത്ത് വന്നു കഴിഞ്ഞാലും നമുക്കത് വാട്സപ്പ് അക്കൗണ്ട് കൊമേഴ്ഷ്യൽ പോളിസിക്ക്, വാട്സപ്പിന്റെ കൊമേഴ്ഷ്യൽ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി അത് ബാൻ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ വാട്സപ്പിന്റെ ബിസിനസ് കൊമേഴ്ഷ്യൽ പോളിസി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതായത് കൃത്യമായി നമ്മളത് കംപ്ലൈ ചെയ്യണം. കാരണം ഇതൊരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ്, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ്. ആ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ബിസിനസ്സിന് ഉപയോഗിക്കാം, പക്ഷെ അതിന്റെ ഒരു മട്ടത്തിലും ചട്ടത്തിലും ഒക്കെ, അല്ലെ, അങ്ങനെ പറയാറുണ്ട് അല്ലെ, അതിന്റെ ഒരു മട്ടത്തിലും ചട്ടത്തിലും ഒക്കെ വേണം ഉപയോഗിക്കാൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൻഡിങ് ബൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ സ്പാം മെസ്സേജുകൾ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു 250 ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്. അതാണ് ഏറ്റവും അപകടകരമായ ഒരു കാര്യം. ഞാൻ പറയാം, നമ്മൾ കുറേ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കും. ഇവരൊന്നും നമ്മളുമായിട്ട് ഒരു ഘട്ടത്തിലും ഒരു മെസ്സേജ് അയച്ചു പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആളുകളായിരിക്കും. എന്നിട്ട് ഇവർക്കിട്ടിട്ട് ഇങ്ങനെ മെസ്സേജുകളുടെ ഒരു പ്രളയമായി എഗെയിൻസ്റ്റ് ആണ് വാട്സപ്പിന്റെ ബിസിനസ് കൊമേഴ്ഷ്യൽ പോളിസിക്ക്. ഒരു തവണ നമ്മളുമായി ഒരു കോണ്ടാക്ട്, നിങ്ങൾക്ക് സിംഗിൾ മെസ്സേജ് അയക്കും. ഒരു 1000, ഒരു 100 അല്ലെങ്കിൽ ഒരു 5000 കോണ്ടാക്ട് നിങ്ങൾക്ക് കിട്ടി. നിങ്ങളത് ഫോണിനകത്ത് ഫീഡ് ചെയ്തു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സിംഗിൾ ആയിട്ട് ഓരോ മെസ്സേജ് അയക്കാം, ഒരു പ്രശ്നവുമില്ല. വാട്സപ്പിന്റെ പോളിസിയിൽ അത് അനുവദനീയമാണ്. പക്ഷെ നമ്മൾ എളുപ്പപ്പണിക്ക് നമ്മൾ എന്ത് ചെയ്യും, നേരെ 250 ആൾക്കാരുടെ ഒക്കെ ഈ എന്താ പറയാ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തട്ടും. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു വഴിയുണ്ട്. പക്ഷെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടായാൽ അവർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, അവരിത് വാങ്ങിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ വാട്സപ്പ് ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു എഗെയിൻസ്റ്റ് പോളിസി. അപ്പൊ വലിയ വോളിയം
മെസ്സേജുകൾ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമല്ലാത്ത ഒരു കസ്റ്റമർക്ക് വാട്സപ്പ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, ഫേസ്ബുക്ക്, മെറ്റ, ഇൻസ്റ്റ, വാട്സപ്പ് ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. അപ്പൊ ഒരു ഫേസ്ബുക്ക്, ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഫേസ്ബുക്കിനകത്തുള്ള എൻ്റെ ആക്ടിവിറ്റി, ഞാൻ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാ കാണുന്നത്, ഞാൻ എന്തൊക്കെയാ വായിക്കുന്നത്, ഞാൻ എന്തൊക്കെയാണ് ലൈക്ക് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, എൻ്റെ വാല്യൂസ് എന്താണ്, എൻ്റെ കസ്റ്റം എന്താണ്, എൻ്റെ താല്പര്യങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് ആർക്കറിയാം? മെറ്റയ്ക്കറിയാം. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കണ്ടന്റ് എൻ്റെ ഫീഡിലേക്ക് ആരെങ്കിലും നിരന്തരമായി പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്കിഷ്ടമില്ലാത്തൊരു കണ്ടന്റ്, എനിക്ക് താല്പര്യമില്ലാത്തൊരു കണ്ടന്റ് ആരെങ്കിലും എൻ്റെ ഫീഡിലേക്ക് നിരന്തരമായി പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പ് അത് മനസ്സിലാക്കും, അല്ലെങ്കിൽ മെറ്റ അത് മനസ്സിലാക്കും, ഫേസ്ബുക്ക് മനസ്സിലാക്കും. അത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് മെറ്റയുടെ കൊമേഴ്ഷ്യൽ പോളിസിയുടെ ഭാഗം. ചില തേർഡ് പാർട്ടി ടൂളുകൾ ഉപയോഗിക്കും. പലരും പറയും നിങ്ങൾക്ക് 10 പൈസയ്ക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം, നിങ്ങളുടെ നമ്പർ ബാൻ ആവില്ല, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അവരൊരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കും, എന്നിട്ട് നമ്മൾ മെസ്സേജ് ഒക്കെ അയക്കും, പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ നമ്പർ ബാൻ. അതായത് അൺഓതറൈസ്ഡ് തേർഡ് പാർട്ടി ടൂൾ. വാട്സപ്പ് മെസ്സേജ് ഉപയോഗിക്കാൻ നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിർബന്ധമായി അവരുടെ സൈറ്റിനകത്ത് വാട്സപ്പുമായി നേരിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് ഉപയോഗിക്കുക. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രശ്നം, ഇങ്ങനെ ബൾക്ക് മെസ്സേജ് അല്ലെങ്കിൽ സ്പാം മെസ്സേജ് ഒഴിവാക്കുക എന്നുള്ളത്. സ്പാം മെസ്സേജ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അയക്കാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഒന്ന്, വാട്സപ്പിന്റെ API ഉപയോഗിക്കുക, വാട്ടി. പക്ഷെ വാട്ടി ഉപയോഗിക്കുമ്പോൾ ഈ ഒരു റെന്റ് കൊടുക്കണം. അഡ്വാൻസ് ആയിട്ട് നമ്മൾ നേരത്തെ അപ്രൂവൽ വാങ്ങിയിട്ട് കണ്ടന്റേ നമുക്ക് അയക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഓരോ കണ്ടന്റിനും നമ്മൾ പേയ്മെന്റ് കൊടുക്കണം, ചാർജ് വരും. പക്ഷെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിനകത്ത് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിംഗ് മെസ്സേജ് എന്നുള്ള അർത്ഥത്തിൽ മാർക്കറ്റിംഗ് പർപ്പസിൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിക്കും. വാട്സപ്പിനകത്തുള്ള പുതിയ ഫീച്ചർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെസ്സേജുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള വഴി. മൂന്നാമത്തെ കാര്യം, ഹൈ യൂസർ കംപ്ലൈന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അതായത് ഇങ്ങനെ വാട്സപ്പ്, ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കണ്ടന്റ് വന്നു, എനിക്കിഷ്ടമില്ലാത്തൊരു കണ്ടന്റ് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നാമത്തെ തവണ അത് നെഗ്ലക്റ്റ് ചെയ്യും, അവഗണിക്കും. രണ്ടാമത്തെ തവണ ഒരു പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും, അല്ലെ റിപ്പോർട്ട് ചെയ്യും. മൂന്നാമത്തെ തവണ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ കുറെ പേർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട്, അതായത് ഏത് വാട്സപ്പിൽ നിന്നാണോ കണ്ടന്റ് പോയത്, ആ കണ്ടന്റ് നിങ്ങൾ ഒരു ദിവസം, ഇന്നത്തെ ഒരു സമയത്ത് 8 മണി അല്ലെങ്കിൽ 8:45 ഈ ഒരു സമയത്ത് നിങ്ങൾ 100 പേർക്ക് മെസ്സേജ് അയക്കും. 100 പേരിൽ ഒരു 50 പേർ അത് ബ്ലോക്ക് ചെയ്യുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്താൽ കൃത്യമായി വാട്സപ്പ് അത് മനസ്സിലാക്കുകയും അടുത്ത 100 പേർക്ക് നിങ്ങൾ അയക്കുമ്പോൾ അത് തടയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ തടയാൻ ഉള്ള ശ്രമം നടത്തിയിട്ട് പരാജയപ്പെടുമ്പോഴാണ് പലപ്പോഴും നിങ്ങളുടെ നമ്പർ ബ്ലോക്ക്. അതുകൊണ്ട് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ കൃത്യമായിട്ടും എന്തായിരിക്കണം? ആ ഒരു കസ്റ്റമർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അയക്കാം. ലോകത്തുള്ള എല്ലാവർക്കും നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ സർവീസിനെ കുറിച്ചുള്ള മെസ്സേജുകൾ കൊടുക്കുക എന്ന് പറയുന്നത് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. അപ്പൊ നമ്മളുടെ ഓഡിയൻസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഓഡിയൻസിന് ആവശ്യമുണ്ടെങ്കിലേ കൊടുക്കണം. ചിലരങ്ങനെയുണ്ട്, എവിടെ നിന്ന് കിട്ടുന്നത് എടുത്ത് എവിടെയും കൊണ്ടുപോയി, അല്ലെ? കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും കിട്ടും. നമുക്കൊരു ബന്ധമില്ലാത്ത മെസ്സേജുകളായിരിക്കും. എന്തിനാണ് ഈ മെസ്സേജ് നമുക്ക് എന്ന് നമ്മൾ ആശ്ചര്യപ്പെടാം. ഇത് തന്നെയാണ് കസ്റ്റമർ മെറ്റ എന്ന് പറയുന്നത്, അല്ലെ വാട്സപ്പ് എന്ന് പറയുന്നത്, ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ റിലവന്റും വാല്യുബിളുമാണ് എന്നുള്ള ഉറപ്പ്. നിങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അതൊരു കസ്റ്റമർക്ക്, അത് ആർക്കാണോ നിങ്ങൾ അയക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെടും. അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് തോന്നില്ല, അയക്കരുത്. ഇലക്ഷന്റെ സമയത്ത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്നത് പോലെ അയക്കരുത്. അത് ആർക്കും അയക്കൂലേ? ആർക്കും അയക്കുന്നത് പോലെ നമ്മൾ അയക്കരുത്. ബിസിനസ് മെസ്സേജ് ഒരിക്കലും അയക്കരുത്. അത് നമ്മുടെ ബിസിനസ്സിന് ഒരു തരത്തിലും ഗുണമല്ല, ദോഷമാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. കൃത്യമായി നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അത് നമ്മൾ കൃത്യമായി അവർ ഈ പ്രൊഡക്റ്റുമായി അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയുമായി ഈ സർവീസുമായി അല്പമെങ്കിലും കണക്റ്റഡ് ആയിരിക്കും എന്ന് ഉറപ്പുള്ളവർക്കായിരിക്കും. അതേപോലെ
ഒരുപാട് മെസ്സേജുകൾ വളരെ ഷോർട്ട് ടൈം ആയാലും അയക്കാൻ വേണ്ടി പലരും ശ്രമിക്കാറ്. പെട്ടെന്ന് അയക്കട്ടെ ഇത്രേ ഉദ്ദേശമുള്ളൂ. 1000 പേർക്ക് അയക്കാം. 1000 പേർക്ക് അയച്ച് ഒരു 10 പേരെങ്കിലും കണക്ട് ചെയ്താൽ നല്ലത്. അങ്ങനെയല്ല, കണക്ട് ചെയ്യാൻ സാധ്യതയുള്ളവർക്ക് അയക്കാം. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായി നിങ്ങളുടെ മെസ്സേജുകൾ ചെലവാക്കുന്നത്? അപ്പൊ അതിനെന്താ ചെയ്യുക? അതിന് നമ്മളെ മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കണം. നമ്മളുടെ ഓഡിയൻസ് എന്താണ് എന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അതിനുള്ളത്. ഈ കോഴ്സിനകത്ത് അതുണ്ട്, അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. കാര്യം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ടൂളുകൾ ഉപയോഗിക്കുന്നു. ഒത്തിരി പേരത് ചെയ്യുന്നു. ഫേസ്ബുക്കിനകത്ത് വാട്സപ്പിനകത്ത് തന്നെ ഇതിന്റെ പരസ്യവും വരുന്നു. ഒത്തിരി പേർ 10 പൈസയ്ക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. ഒരു കാലത്ത് നിങ്ങളുടെ നമ്പർ ബാൻ ആവില്ല. 1000കണക്കിന് പേർക്ക് ഒരു ദിവസം അയക്കാം. 1,00,000 പേർക്ക് ഒരു ദിവസം അയക്കാം എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റായ കാര്യം. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ബൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ബിസിനസ്സിനകത്ത് പുതുതായി വന്നിട്ടുള്ള വാട്സപ്പിന്റെ മാർക്കറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ വാട്സപ്പിന്റെ API ആയിട്ടുള്ള വാട്ടിയിലേക്കോ, അതല്ലെങ്കിൽ വാട്സപ്പ് തന്നെ അസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഓതറൈസ് ചെയ്തിട്ടുള്ള ഹാപ്പിലി ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും ടൂളിലേക്കോ പോകും. അല്ലാതെ ഏതെങ്കിലും ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ LK എന്ന് പറയുന്ന ഓതറൈസേഷൻ ഇല്ലാത്ത, അംഗീകാരമില്ലാത്ത വാട്സപ്പിന്റെ ഇത്തരം മെസ്സേജുകൾ തേർഡ് പാർട്ടി ടൂളുകൾ ഉപയോഗിക്കാൻ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാട്സപ്പിന്റെ മെസ്സേജിങ് റൂൾ വയലേറ്റ്. എന്താണ് മെസ്സേജിങ് റൂൾ? കോമൺ ആയിട്ടുള്ള റൂളുകളെ കുറിച്ച് നമ്മൾ, അതായത് സെൻഡിങ് മെസ്സേജ് ഔട്ട്സൈഡ് വാട്സപ്പ് അപ്രൂവ്ഡ് മെസ്സേജ് വിൻഡോ, അതായത് API യൂസേഴ്സിനെ സംബന്ധിച്ചിടത്താണ് ഇത്. API യൂസേഴ്സിന് ഞാൻ പറഞ്ഞു, അതായത് മെസ്സേജിന്റെ ഒരു അപ്രൂവ്ഡ് ഫോർമാറ്റ് നമ്മൾ എന്ത് മെസ്സേജ് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, വാട്ടി പോലെയുള്ള അല്ലെങ്കിൽ API ഉപയോഗിക്കുന്നവരാണ്, അവർ എന്ത് മെസ്സേജ് ആണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വാട്സപ്പിന് നേരത്തെ സബ്മിറ്റ് ചെയ്യണം. ആ ടെംപ്ലേറ്റ് ആണ് നമ്മൾ അയക്കേണ്ടത്. ചിലരെങ്കിലും ആ ടെംപ്ലേറ്റിനകത്ത് മാറ്റം വരുത്തി അയച്ചു കഴിഞ്ഞാൽ അത് വാട്സപ്പിന്റെ മെസ്സേജിങ് റൂളിന് എഗെയിൻസ്റ്റ് ആണ്. അതേപോലെ തന്നെ ആളുകൾക്ക് മെസ്സേജ് വേണ്ട, എനിക്ക് ഇത്ര മെസ്സേജ് കിട്ടേണ്ടതില്ല എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒപ്റ്റ് ചെയ്ത ആളുകൾക്ക് നമ്മൾ ചില സോഫ്റ്റ്വെയറുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രഷറൈസ് ചെയ്ത് മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അതും തെറ്റാണ്. അപ്പോൾ വാട്സപ്പിന്റെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ള കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സസ്പീഷ്യസ് ഓർ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി വാട്സപ്പിനെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്താൽ പോലും, ഞാൻ പറയുന്നു നിങ്ങൾ ആരും അങ്ങനെ ഒരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ നമ്മളുടെ ഇതേ വാട്സപ്പ് ബിസിനസ് ഉപയോഗിച്ചിട്ട് മറ്റാരെങ്കിലും ഇങ്ങനെയൊരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അത് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ പലതരത്തിലുള്ള ഫ്രോഡ്, മിസ്ലീഡിങ് ആക്ടിവിറ്റീസ് അങ്ങനെയുണ്ട്. പലപ്പോഴും പലരും ചെയ്യുന്നുണ്ട്. ആളുകളെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് ഒരു അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ അഡ്വർടൈസ്മെന്റ് ആണെന്ന് തോന്നിപ്പിക്കാത്ത രൂപത്തിലൊക്കെ അവതരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ആളുകളെ ഒരു വലിയ ഓഫർ നൽകി നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഓഫറുകളൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ പറ്റിക്കുന്ന ചിലരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വാട്സപ്പ് നിങ്ങളുടെ അക്കൗണ്ട് ബാൻ ചെയ്യും. അപ്പൊ മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നമ്മളുടെ ബിസിനസ് ആയാലും നമ്മൾ ഷെയർ ചെയ്യുന്ന കണ്ടന്റ് ആയാലും കൃത്യമായ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഫൈനലി എക്സസീവ് മെസ്സേജ് ഫ്രീക്വൻസി എന്നുള്ളതാണ്. അതായത് സെൻഡിങ് ടു മെനി മെസ്സേജ് ഇൻ എ ഷോർട്ട് പീരീഡ് ക്യാൻ ട്രിഗർ എ ബാൻ. അതായത് ഒരു മെസ്സേജ് അയച്ചു, വീണ്ടും അയച്ചു, ടക്ക് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ശല്യപ്പെടുത്തുന്നത് പോലെ മെസ്സേജ്. ഓക്കെ, നമ്മളൊരു ബിസിനസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചേ പറ്റുള്ളൂ. നമ്മളൊരു മെസ്സേജ് അയച്ചു, കസ്റ്റമർ റിപ്ലൈ ചെയ്തില്ല, ഓക്കെ, കുറച്ചു നേരം കഴിഞ്ഞു ഒരു മെസ്സേജ് കൂടി അയക്കാം, അതിന് റിപ്ലൈ ചെയ്തില്ല 2-3 സ്റ്റെപ്പിൽ അവിടെ നിർത്തണം. പക്ഷെ ചിലരിങ്ങനെ റെഗുലറായിട്ട് നിരന്തരം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കും. ഒറ്റ ഉദ്ദേശം, നമ്മൾ കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ കുറെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കിടക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുകയാണ്. അത് എഗെയിൻസ്റ്റ് ആണ് മെറ്റയുടെ പോളിസി.
സോ ഇത് അതായത് ഇതൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. എപ്പോൾ അയക്കണം, എത്ര തവണ അയക്കണം, എങ്ങനെയാണ് അയക്കേണ്ടത്, എന്തൊക്കെയാണ് അയക്കേണ്ടത്, ഇത് ബാലൻസ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ബാൻ ആകാതിരിക്കും. ഒപ്പം നിങ്ങൾക്ക് ബൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി നിങ്ങൾക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പ് ബിസിനസ്സിനകത്തുള്ള പുതിയ ഫീച്ചർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെസ്സേജ് എന്നുള്ളത് ഓക്കെ.